ഞാൻ ഈ പറയുന്ന കഥയൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ സ്കൂളിൽ നിന്ന് വരുന്നു, ബാഗ് എടുത്ത് എറിയുന്നു, സോക്സ് എടുത്ത് എറിയുന്നു, കട്ടിലിൽ പോയി കിടക്കുന്നു. ഇത് 2 ദിവസമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഇത് എന്ത് ചെയ്യും? നിനക്കൊന്നും ഉത്തരവാദിത്വം ഇല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്കോൾഡ് ചെയ്ത് എന്താണ് കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്ക് പറയും അല്ലേ? സാധാരണ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്, വഴക്ക് പറയാറുണ്ട്. പക്ഷേ നമുക്കറിയില്ല അവൻ്റെ മനസ്സിൽ എന്താണ് വിഷമം തട്ടിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ അവൻ്റെ മനസ്സിലുണ്ടോ എന്നറിയില്ല. നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഫുൾ അവരെ കുറ്റം പറയാനാണ് ആദ്യം ശ്രമിക്കാറുള്ളത്. അപ്പം നമ്മളിന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് കള്ളം പറയുന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, നമ്മൾ ഒരു ചായ കപ്പാണെന്ന് കരുതുക. അതിൻ്റെ അകത്ത് നിറച്ച് ചായ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ചായ ഫുള്ളാണ്. അതുപോലെയാണ് നമ്മൾ ധാരാളം പ്രോബ്ലംസിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഓഫീസിലുള്ള പ്രശ്നം, വീട്ടിലുള്ള പ്രശ്നം, ഫൈനാൻഷ്യലുള്ള പ്രോബ്ലം, ഭർത്താവിൻ്റെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം എല്ലാം ഉണ്ട്. അതൊക്കെ നിറച്ചാണ് നമ്മളൊരു കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുവാണെങ്കിൽ, കുഞ്ഞിൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ എന്ത് പറ്റും? കുഞ്ഞ് പറയുന്ന ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കത്തുമില്ല. കുഞ്ഞിൻ്റെ വിഷമമൊന്നും നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല. ആ കപ്പ് നിറഞ്ഞിരിക്കുകയാണ്. എപ്പോഴും എം ഡി കപ്പായിട്ട് ഇരിക്കുക ആണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും എം ഡി ചെയ്യാനായിട്ട് നോക്കുക. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചില എക്സാമ്പിളിലൂടെ പറയാം. പല കുട്ടികൾക്കും ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർ പല രീതിയിലും അവർ വ്യത്യസ്തമായ കൂട്ടുകാരുടെ ഇടയിലോട്ട് പോകും. അതുപോലെ ഡ്രഗിന് അഡിക്ട്സ് ആവും. അങ്ങനെ പലതരത്തിലുള്ള, കാരണം ടൈം സ്പെൻഡ് ചെയ്യാൻ മാതാപിതാക്കളുടെ ഇല്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കുറച്ച് ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അത് മാത്രമല്ല, പറയുക ഞാൻ എപ്പോഴും നിന്നോട് ഉണ്ടാവും, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലൊരു സാധനം നിങ്ങൾ ഇടയ്ക്കൊന്ന് പറയാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് അവൻ്റെ ബർത്ത്ഡേക്ക് എങ്കിലും പറയുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനും കാട്ടും നിങ്ങളെ ആശ്രയിക്കാനായിട്ട് കൂടും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ ചിലപ്പോൾ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് എന്തിനെന്നോട് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് വഴക്കിടുകയല്ല ചെയ്യേണ്ടത്. സാധാരണ ഇതിലൊരു കള്ളം ഒരു കുട്ടി പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? കുട്ടി ഒരു കള്ളം പറഞ്ഞെന്ന് കരുതിക്കോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നീ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പ്രൂവ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ച് അവസാനം പരാജയപ്പെട്ടാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് നോക്കും. അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ അവന് ബാക്കിയുള്ളവരോട് കുളിച്ചിട്ട് ഇവൻ തെറ്റ് ചെയ്തെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ പല രീതിയിലും അതിൻ്റെ തെളിവുകൾ കളക്ട് ചെയ്യാനായിട്ട് നോക്കും. അത് കഴിഞ്ഞതിന് ശേഷം പറയും നീ ഒരു കള്ളനാണ്, നീ എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞു എന്നുള്ള രീതിയിൽ അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് സാധാരണ രീതിയിൽ ചില കുടുംബങ്ങളിൽ നടക്കുന്നത്. ശരിക്കും അങ്ങനെ ചെയ്താൽ വീണ്ടും നിങ്ങളിലോട്ട് കള്ളം പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറയ്ക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം അവൻ കള്ളനാണെന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ കള്ളത്തരം പറഞ്ഞു എന്നുള്ളത് അവനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ചില ട്രിക്കുകളുണ്ട്, ചില മെത്തേഡ്സിലൂടെ നമുക്ക് അവൻ കള്ളം പറയുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. ഞാനൊരു അനുഭവ കഥ പറയാം. അതായത് 10 വയസ്സുള്ളൊരു രാഹുൽ എന്നുള്ളൊരു കുട്ടി റിസൾട്ട് വന്ന സമയത്ത് വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നു, നിനക്ക് എത്ര മാർക്ക് കിട്ടി? അപ്പോൾ കുട്ടി വളരെ മടിയോടുകൂടി ആ പേപ്പർ എടുത്ത് കാണിക്കുന്നു. അതിനകത്ത് 70ൽ 48 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി, പാസ് എന്ന് എഴുതിയിട്ടുണ്ട്. അമ്മ ഒപ്പിട്ട് കൊടുത്തു. അപ്പം വളരെ സന്തോഷമായി. പക്ഷേ എന്നിട്ട് അമ്മയ്ക്കൊരു സംശയം, ആ പാസ് എഴുതിയേക്കുന്നത് വളരെ കറക്റ്റ് അല്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? അത് നേരെ കൂട്ടുകാരെ വിളിച്ച് ചോദിച്ചു, അതുപോലെ ടീച്ചറിനെയൊക്കെ അന്വേഷിച്ച് അത് കണ്ടെത്തി. ശരിക്കും 13 മാർക്ക്. അവനത് 48 മാറ്റിയതാണ്. അതുപോലെ ഫെയിലിന് എഴുതിയതിനെ അവൻ പാസ് എന്നുള്ളത് മാറ്റിയതാണ്. എന്തുകൊണ്ടാണ് അവൻ മാറ്റിയത്? വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയും, അല്ലെങ്കിൽ ശകാരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ, ആ കള്ളത്തരം കാണിച്ചാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. ഇപ്പോൾ കുട്ടികൾ എന്തിനാണ് കള്ളം പറയുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പലർക്കും കുട്ടികൾ വളരെ സത്യസന്ധരാണെന്നുള്ളതാണ് വിശ്വാസം. കുട്ടികളിൽ ഒരു കളങ്കവും ഇല്ല. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ നമുക്ക് ദേഷ്യമാണ്. നമ്മളെത്രമാത്രം കള്ളമായിരിക്കും നമ്മൾ പലയിടത്തും പറയുന്നത്. പക്ഷേ കുട്ടികൾ കള്ളം പറയുമ്പം അത് സഹിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അവരുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ പുറത്തു നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഈ കുട്ടികളിങ്ങനെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കൂ, അല്ലെങ്കിൽ കുട്ടികൾ നിങ്ങളിൽ നിന്ന് മറക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ കള്ളം പറയുന്നതിന് പല കാരണങ്ങളാണ്. ഒന്ന്, അവന് ചിലപ്പം ഭയമുണ്ടായിരിക്കും. പിന്നെ ശിക്ഷയിലുള്ള ഭയം, നിങ്ങളെന്തെങ്കിലും ശിക്ഷ കൊടുക്കുമെന്നുള്ള ഭയം, അല്ലെങ്കിൽ അമ്മയുടെ ദേഷ്യത്തിനോടുള്ള ഭയം, അല്ലെങ്കിൽ സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ഇതൊക്കെ കുട്ടികളുടെ കൊച്ചു മനസ്സിനെ വിഷമിപ്പിക്കും. അപ്പം അവന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, എന്താണ്? കള്ളം പറയുക. അതിനു വേണ്ടിയാണ് അവൻ ചെയ്യുന്നത്. അപ്പം നമ്മളെ കാരണം ഏതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ ഒരു കുഞ്ഞ് ആദ്യത്തെ തവണ കള്ളം പറഞ്ഞാൽ തന്നെ നീ കള്ളം പറഞ്ഞോ എന്ന് പറഞ്ഞ് കർശനമായ ശിക്ഷ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അവനെ വളരെ ശിക്ഷിച്ച് കള്ളം പറയാനുള്ള ഒരിക്കലും സാഹചര്യം ഉണ്ടാക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇനി നീ ഈ അടി ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ നുള്ള ഓർമ്മ ഉണ്ടാവും ഇനി കള്ളം പറയുന്നതിന് മുമ്പ്, അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വേദന അങ്ങ് മറന്നു പോകുമ്പോഴത്തേക്ക് അവൻ വീണ്ടും അതേ കള്ളത്തരം ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഒരു നല്ലൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ അല്ല.
അപ്പോൾ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ വളരുന്ന രീതിയെക്കുറിച്ച് കുറച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ചെറിയ വയസ്സുള്ള കുട്ടികളുടെ ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഉണ്ട്, ഫ്രണ്ടിലുള്ള ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ആ ട്രൂത്തിൻ്റെ ഒരു അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഭാഗം വികസിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു 3 വയസ്സ് മുതൽ 7 വയസ്സുള്ള കുട്ടികൾക്ക് ഇമാജിനേഷനും ഫാക്റ്റും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റില്ല. പ്രായമനുസരിച്ച് കള്ളങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 3 മുതൽ 5 വയസ്സുള്ള കുട്ടികൾ ഈ പ്രായത്തിൽ ശരിക്കും കള്ളങ്ങൾ ഇമാജിനേഷൻ ബേസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇമാജിനേഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് ഞാനൊരു സൂപ്പർമാനായി പറന്നു അവിടെ പോയിട്ട് ഈ സാധനം എടുത്തു, അല്ലെങ്കിൽ അവൻ കഴിക്കേണ്ട ആഹാരം എടുത്ത് പട്ടിക്ക് കൊടുത്തതിന് ശേഷം അവൻ കഴിച്ചു എന്ന് പറയും. ഇവിടെ അമ്മ അടിക്കുമെന്നൊക്കെ ഉള്ള പേടി കാരണമാണ് കുഞ്ഞങ്ങനെ ചെയ്തത്. അപ്പോൾ 6 വയസ്സ് മുതൽ 9 വയസ്സുള്ള കുട്ടികൾ എന്താണ് സാധാരണ ഇത് ചെയ്യുന്നത്? വേറൊരാളുടെ തലയിലൊക്കെ കൊണ്ട് കുറ്റങ്ങളിടും. അതായത് അവൻ ആദ്യം എന്നെ അടിച്ചു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചത്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. ഇതൊക്കെയാണ് സാധാരണ ചെറിയ ചെറിയ ഉദാഹരണം എന്ന് പറയുന്നത്. 10 വയസ്സാകുമ്പോൾ ശരിക്കും കള്ളം പറയാനുള്ള ഒരു പ്രാപ്തനാവും. അവൻ ആക്ച്വലി അറിയാം സത്യം പറഞ്ഞാൽ എന്താണ് റിസൾട്ട്, കള്ളം പറഞ്ഞാൽ എന്താണ് റിസൾട്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് അവൻ അതിനെ ആലോചിച്ച് അല്ലെങ്കിൽ അവളത് ആലോചിച്ചിട്ടാണ് ആ കള്ളങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇമോഷണലി അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ കള്ളങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് കാര്യങ്ങൾ പറയുന്നത് തന്നെ ഒന്ന് കറക്റ്റ് ആക്കാനാണ് പറ്റുള്ളൂ. അപ്പോൾ കള്ളം പറയുന്നതിന് പലതരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ എല്ലാവരും എപ്പോഴും കള്ളം പറയുന്നവരാണ്. അപ്പോൾ അവരിതെല്ലാം ഒബ്സർവ് ചെയ്യണം. കുട്ടി ഇതൊക്കെ നോക്കുമ്പോൾ എന്തിനും ഏതിനും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഉറപ്പായിട്ടും കള്ളം പറയാനുള്ള സാധ്യത കൂടും. രണ്ടാമതായിട്ട് ഈ പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ്. ആദ്യമായിട്ട് ഒതോറിറ്റേറിയൻ പേരൻസ് എന്ന് പറഞ്ഞാൽ കർശനമായ നിർദ്ദേശങ്ങളും ശിക്ഷകളും ഉള്ള മാതാപിതാക്കൾ. അവിടെ കള്ളം കൂടുതൽ കേൾക്കാനായിട്ട് വരും. കാരണം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അമ്മ അടിക്കും എന്ന് പേടിച്ചിട്ട് കള്ളം പറയും. അപ്പം അവിടെ സ്നേഹത്തിൻ്റെ കുറവാണ് മെയിൻ പ്രശ്നം. രണ്ടാമത്തെ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ പെർമിസീവ് പാരൻറ്റിംഗ് ആണ്. പെർമിസീവ് പാരൻറ്റിംഗ് തീർച്ചയില്ലാത്ത മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒത്തിരി ലാളിച്ചു വളർത്തുന്ന മാതാപിതാക്കൾ. അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? കള്ളം പറയും. ഈ ബുക്ക് വാങ്ങിക്കാൻ 10,000 രൂപ എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞത് വാങ്ങിക്കും. കാരണം ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കില്ല, ആ 10,000 രൂപയും കൊടുക്കും. അങ്ങനെയും കള്ളങ്ങൾ പറയാം. ഓക്കെ. ഇനി ഒതോറിറ്റേറ്റീവ് പാരൻസ് ഉണ്ട്. അതായത് സ്നേഹമായിട്ടുള്ള നിയന്ത്രണമുള്ള പാരൻസ്. അതാണ് ഏറ്റവും നല്ല പാരൻറ്റിങ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ മാതൃകയിൽ വളരുന്ന കുട്ടികൾക്ക് സത്യസന്ധത കൂടുതൽ കാണും, അവർക്ക് വിശ്വാസം കൂടുതൽ കാണും. കാരണം അറിയാം ഇതാണ് ലിമിറ്റേഷൻ. നമ്മൾ ഒത്തിരി കള്ളം പറഞ്ഞാൽ എനിക്ക് ചെറിയ ബൗണ്ടറീസ് ഉണ്ടാവും എന്ന രീതിയിൽ കർശനമായ റൂളുകൾ വീടുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള പാരൻറ്റിങ് ആണ് ഏറ്റവും നല്ലത്. അതായത് ഇപ്പോൾ 9 മണിക്ക് ശേഷം ഗാഡ്ജറ്റ് ഉപയോഗിക്കാൻ പാടില്ല, പക്ഷേ ചില ഒക്കേഷൻസിൽ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. അങ്ങനെയുള്ള ചില റൂൾസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കള്ളങ്ങൾ പറയാൻ പാടില്ല, നിനക്ക് എന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കണം എന്ന് ഒരു മര്യാദ പഠിപ്പിച്ചു കൊടുക്കുന്ന പാരൻറ്റിംഗ് ആണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള പാരൻറ്റിങ്ങിൽ നിങ്ങളോടും കൂടുതൽ കുട്ടികൾ ക്ലോസ് ആയിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ കള്ളം പറയുമ്പോൾ മാതാപിതാക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യമായിട്ട് കള്ളം കേട്ടപ്പോൾ ഉടനെ പ്രതികരിക്കരുത്, നമ്മൾ വെയിറ്റ് ചെയ്യുക. പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. കാരണം ഉടനെ തന്നെ ശബ്ദം ഉയർത്തും, ശിക്ഷ നൽകും, അടി കൊടുക്കും, കുറ്റം ചുമത്തുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇത് കുട്ടിയെ സത്യം പറയാൻ പിന്നെയും പ്രേരിപ്പിക്കില്ല. അപ്പം നമുക്കത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവൻ ഭയപ്പെട്ട് കൂടുതൽ കള്ളം പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ റിയാക്ട് ചെയ്യരുത്. ആദ്യം തന്നെ നമ്മൾ ശാന്തമായിട്ടിരിക്കുക. ആ ഇരിപ്പിലാണ് എല്ലാം കാര്യം. നിങ്ങളത് കേൾക്കുക. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ചോദിക്കുക. കുറ്റം ചുമത്തുകയല്ല ചെയ്യേണ്ടത്. അപ്പം നിനക്കത് സംഭവിച്ചപ്പോൾ നീ എന്താ വിചാരിച്ചത്? ഞാൻ എന്നെ അടിക്കുമെന്നാണോ? അല്ലേ? നിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? എൻ്റെ സ്നേഹം നഷ്ടപ്പെടുമെന്നായിരുന്നോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് ചോദിക്കുക. അങ്ങനെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കുട്ടി കുറച്ച് തുറന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങും. അത് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുമ്പോഴാണ് സംസാരിക്കാതിരിക്കുന്നത്. ഒരു കുട്ടി എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അവനെ കുറ്റപ്പെടുത്തുന്നതും അവൻ ഇങ്ങനെയാണ് എന്നൊരിക്കലും വിമർശിക്കരുത്. അതുപോലെ ഏതെങ്കിലും റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്ത് ഇവൻ കള്ളനാണ് അല്ലെങ്കിൽ കള്ളിയാണ്, ഇവൻ അന്നത്തെ ദിവസം ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമാശയ്ക്ക് അങ്ങനെ പറയും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അത് കുട്ടിയുടെ വ്യക്തിത്വത്തിനെ നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ്, ആ വ്യക്തിത്വത്തെ അങ്ങനെ ആക്കിയെടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ കൂടുതൽ സത്യസന്ധമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് പറയാം, അവൻ ഇത്രയും സത്യസന്ധമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നുള്ളതൊരു അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അവൻ്റെ സ്വഭാവം കൂടുതൽ വളരും. പിന്നെ അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ അഭിനന്ദനം ഉറപ്പായിട്ടും കൊടുക്കുക. അപ്പോൾ കുട്ടികൾ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അത് നമ്മളോടൊന്ന് ഓപ്പണായിട്ട് പറഞ്ഞാൽ നമ്മൾ അവിടെ കെട്ടിപ്പിടിക്കുക. അതുപോലെ ചിലപ്പോൾ സമ്മാനം വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും എന്താ, സത്യം പറഞ്ഞാൽ ദേഷ്യപ്പെടത്തില്ല, അമ്മ കുറച്ച് സമ്മാനം തരും, അല്ലെങ്കിൽ അച്ഛൻ എനിക്ക് അഭിമാനമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അവൻ എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രേരണ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വീട്ടിലെപ്പോഴും നമ്മൾ ആ ഒരു പോളിസി സെറ്റാക്കുക. അതായത് വാക്ക് കൊടുത്താൽ വാക്ക് പാലിക്കണം.
നീ സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ ശിക്ഷിക്കില്ല. ഈ വാചകം നിർബന്ധമായിട്ട് നിങ്ങൾ പറയുകയും വേണം, പാലിക്കുകയും വേണം. കാരണം നമ്മൾ വാക്ക് പാലിച്ചില്ലെങ്കിൽ, നമ്മൾ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ പിന്നെയും കുട്ടികൾ കള്ളം പറയാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ വെറുതെ ഡയലോഗ് മാത്രം പറഞ്ഞാൽ പോരാ. പിന്നെ കുട്ടി ഒരിക്കലും കുറ്റബോധത്തിൽ കിടത്തി ഉറക്കരുത്. നിൻ്റെ കള്ളം കാരണമാണ് എൻ്റെ ജീവിതം പോയത്, അല്ലെങ്കിൽ എൻ്റെ ദിവസം പോയത്, ഇത് നീ എന്താണ് ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് അവനെ വളരെ വിഷമത്തോടു കൂടി കിടക്കാൻ സമ്മതിക്കുന്നത്. അവൻ്റെ ആത്മവിശ്വാസം അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പകരം പറയുക, ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് പരിഹരിക്കാം. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതിന് ശേഷമാണ് അച്ഛൻ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി ഇങ്ങനെ എത്തിയത്. അങ്ങനെ രീതിയിൽ കുട്ടികൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കുഴപ്പമില്ല, അച്ഛൻ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഒരു കോംപ്രമൈസിലെത്തുക എന്നുള്ള. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓപ്പൺ അപ്പ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള കുറച്ചുകൂടെ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ കള്ളങ്ങൾ പറയുന്നത് ഒഴിവാക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനം, കുട്ടികളുമായിട്ട് സമയം ചിലവഴിക്കണം. അവിടെ നമ്മൾ അൺഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ടൈം സ്പെൻഡ് ചെയ്യാൻ. നമ്മൾ മൊബൈൽ എടുത്ത് മാറ്റി വയ്ക്കുക, ഗാഡ്ജറ്റ് എടുത്ത് മാറ്റി വയ്ക്കുക, നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ ഇറക്കി വയ്ക്കുക. അതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ കുറച്ച് കുട്ടികളോട് തുറന്ന് സംസാരിക്കേണ്ടത്. അതായത് അവനോട് നമ്മൾ പറയേണ്ടത് എന്താണ്, എനിക്ക് ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ ഇത് ഇപ്രാവശ്യത്തേക്ക് പോട്ടെ, ഇനി മോൻ ഇത് ചെയ്യാതിരിക്കാൻ നോക്കണം, ഉറപ്പായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് പറയണം, അച്ഛൻ ഉറപ്പായിട്ടും മോനെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവും. ഈ രീതിയിൽ കുട്ടിക്ക് സംരക്ഷണവും കൊടുക്കണം, അതുപോലെ സ്നേഹവും നൽകി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും കുട്ടികൾ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക, നിങ്ങളിങ്ങനെയാണോ കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മറക്കാത്ത വിധത്തിൽ എന്തെങ്കിലും ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിയോട് സോറി ചോദിക്കുക. ഇനിയായാലും നമുക്ക് നന്നാവാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അച്ഛനും അമ്മയുമാണ് കുട്ടിയുടെ ഒരു ആത്മവിശ്വാസത്തെ വളർത്തുന്നത്. അതുപോലെ കുട്ടി എന്ത് നമ്മളോട് വന്ന് ഷെയർ ചെയ്യണമെങ്കിലും നമ്മൾ അങ്ങോട്ടും കുട്ടികളെ ആ രീതിയിൽ കണ്ടാൽ മാത്രമേ കുട്ടി നമ്മളോടും ആ ഒരു പരസ്പര വിശ്വാസം ഉണ്ടാവും. എന്തുകൊണ്ടാണ് അവർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യുന്നത്? കാരണം അമ്മയുടെ അച്ഛൻ്റെ അടുത്തും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല, ആ പ്രശ്നം കൂടും, അല്ലെങ്കിൽ അത് വഷളാവും, എന്നെ വഴക്ക് കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളോട് കൂടുതൽ വിശ്വാസം ഏൽപ്പിക്കുന്നതും കുട്ടികളോടെല്ലാം ഷെയർ ചെയ്യുന്നത്. അതിന് പകരം നമ്മളൊരു കുഴപ്പമില്ലാത്തൊരു സാഹചര്യമാണ് കുടുംബത്തിലെന്ന് തോന്നുകയും അച്ഛനും അമ്മയും എന്നെ പിന്തുണയ്ക്കാൻ കൂടെ ഉണ്ട് എന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കൂടുതൽ ഷെയർ ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, പെർഫെക്ഷൻ അല്ല നമുക്ക് വേണ്ടത്, അല്ലെ ഉയർന്ന മാർക്കുകളോ ഒന്നുമല്ല നമുക്ക് വേണ്ട. നല്ല പെരുമാറ്റമുള്ള ഒരു നല്ല ഡിസിപ്ലിനുള്ളൊരു കുട്ടി ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ട് അവർ വിജയത്തിലെത്തിക്കും. ഓക്കെ, അത് വളരെ ക്ലിയറാണ്. അപ്പം പല പിഴവുകളും തെറ്റുകളും കുട്ടികളിലും ഉണ്ടാവും, നമുക്കും ഉണ്ടാവും. പക്ഷേ നമ്മളതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് അടുത്ത പ്രാവശ്യം അതിൽ നിന്ന് ബെറ്റർ ആവാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞില്ല, ആ കുട്ടി ഇങ്ങനെ ഒരു സോക്സും അതുപോലെ തന്നെ ബുക്കും ഒക്കെ വലിച്ചെറിഞ്ഞ് പോയി കിടക്കുന്ന കുട്ടിയാണ്. ഉറപ്പായിട്ടും കൂടിയിരുന്ന് ചോദിക്കുക, നീ സാധാരണ അതിൽ എല്ലാ ദിവസവും എല്ലാം അടുക്കി വെക്കുന്നതാണല്ലോ, എന്ത് പറ്റി മോനെ, എന്തെങ്കിലും നിനക്ക് മനസ്സിന് വിഷമമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മോളെ നിനക്ക് വിഷമമുണ്ടോ? അങ്ങനെ കൂടിയിരുന്ന് ഒരു 3-4 പ്രാവശ്യം ചോദിക്കുമ്പോൾ അവരാദ്യം പറയും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നേ പറയുള്ളൂ. പക്ഷേ ഇങ്ങനെ നമ്മൾ പതുക്കെ ചോദിച്ചു വരുമ്പോഴത്തേക്ക് അത് സെറ്റാവും. നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ചില സെറ്റ് റൂൾസുകൾ ഫാമിലിയിൽ കൊണ്ടുവരിക, അതിനോടൊപ്പം സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കുട്ടികളായിട്ട് നമുക്ക് കുട്ടികളെ വളർത്താനായിട്ട് പറ്റും. അപ്പം ഞാൻ ധാരാളം കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം കുട്ടികളെ കുറച്ചുകൂടി ഇൻവോൾവ് കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും കുറച്ച് ഒപ്പീനിയൻസിനൊക്കെ വേണ്ടി ചോദിക്കാം. അപ്പം അവർ കുറച്ചുകൂടി ഇൻവോൾവ് ആവും നിങ്ങളുടെ കുടുംബത്തിനെ നോക്കാനായിട്ട്. ഇപ്പം നമുക്ക് വീട്ടിൽ ഇന്നത്തെ തോരന് വേണ്ടി എന്ത് പച്ചക്കറി വാങ്ങിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, അവരുടെ കാര്യങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക, അവരും കൂടെ ഒന്ന് ഒപ്പീനിയൻ എടുത്തോട്ടെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരും കൂടെ ഇൻവോൾവ് ആകുമ്പം അവർക്ക് വീട് ഒരു അവിഭാജ്യ ഘടകമായിട്ട് അവർക്ക് തോന്നും, അല്ലാതെ ഒരു എക്സ്റ്റേണൽ സാധനമായിട്ട് തോന്നില്ല. കൂട്ടുകാരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളെയും കൂടെ കുറച്ച് ഡിപ്പെൻഡ് ആകുകയും നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പം വിശ്വാസം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വിശ്വാസം നമ്മൾ നേടിയെടുക്കേണ്ടത് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളിലൂടെയാണ്. അത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ്, അല്ലാതെ ഒരു ഒറ്റ കാര്യം കൊണ്ടൊന്നും അല്ല വിശ്വാസം കിട്ടുന്നത്. പതുക്കെ നിങ്ങളുടെ വാക്കുകളിൽ നിന്നും, അതുപോലെ നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടെന്ന് തോന്നണം. അതായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളെ എന്താണ് ചെയ്യുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൺസിസ്റ്റൻസിയോടെ കൂടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുട്ടികൾ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്യും. അതുപോലെ കുട്ടികൾ നിങ്ങളോട് കള്ളം പറയുന്നത് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, അവരെ വിശ്വസിക്കുക, ക്ഷമിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.